വെൽക്കം ബാക്ക് ടു പഹാടി മല്ലൂസ്. അപ്പൊ ഇന്ന് വിഷു ആണ്. ഞങ്ങൾ രണ്ടുപേരുടെയും പഹാടി മല്ലൂസിന്റെ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഞങ്ങളിവിടെ കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കെഫേയില് സദ്യയുടെ ഓർഡർ ഉണ്ട്. കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സദ്യക്ക്. ഇന്നലെ കുറച്ച് സാധനങ്ങളാക്കി. ഇനി ആകാനുണ്ട്. പണിയുടെ രാവിലെ തന്നെ പക്ഷെ ലുക്കായി സാരി സെറ്റായിട്ട് നടക്കുന്നു. കണി കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം വിഷുവിന് എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് വിഷുവിന് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു കുഞ്ഞു കൃഷ്ണന്. കണി വെക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കൃഷ്ണന്. അപ്പോൾ ഇത്തവണ കണിക്ക് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ സ്വീറ്റ്സ് ഇവിടെ എല്ലാവരും ഭഗവാന് പൂജ ചെയ്യുമ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളും വയ്ക്കും. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സ്വർണവും കോയിൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു കണി ഇത്തവണ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. കഴിഞ്ഞ തവണ കെഫേയിലായിരുന്നു. രാവിലെ വിഷുക്കണി കാണാനായിട്ട് വന്നേക്കുന്ന കുറച്ച് 3 ടീംസാണ്. അച്ചുവും ബീറും അല്ലമ്പാടിയും എല്ലാരും തമ്മി കണ്ടില്ലേ? എനിക്ക് ഭഗവാൻ കൃഷ്ണനെ കൂടി കണ്ടേക്ക്. വന്നില്ലല്ലോ. അങ്ങനെ ദാ കെഫേയിലെത്തി. ഇന്നലെ തന്നെ കുറേ പണികളൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കേടാവത്തില്ലല്ലോ പെട്ടെന്ന്. അപ്പോൾ അത്യാവശ്യം കാളനും സാധനങ്ങൾ, ഇഞ്ചിക്കറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി കൂട്ടുകറിയും കാര്യങ്ങൾക്കുള്ളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജെമിയാണ്. ഞാനും ജെമിയും കൂടി കൂട്ടുകറിക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. ഇന്നത്തെ സദ്യയുടെ തുടക്കം, എല്ലാ സദ്യയുടെയും തുടക്കം വരുന്നത് ഉപ്പ്, ക്യാബേജ് തോരൻ, ബീറ്റ്റൂട്ട്, കാളൻ, കൂട്ടുകറി, കട്ടിപ്പരിപ്പ്, പുളി, ഇഞ്ചി, കൊണ്ടാട്ടമുളക്, അവിയൽ, സാമ്പാർ, ചിപ്സും, എന്ത് വരുന്നായിരുന്നു, ശർക്കര വരട്ടി, അച്ചാറ്, പായസം, പച്ചമുളക്. സോ നമ്മുടെ ലോഗോ കഫേ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുള്ള നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ ഫിറ്റ്നസ് ബൂട്ട് ക്യാമ്പ് നടത്തുന്ന ബ്രോയാണ്. ഹായ് ബ്രോ. Hello. How's Vishu? Thank you so much. How's Vishu Sadhya? You like the food? Yes, of course. That's why I came here every time. Yeah. So you like? It's nice, real nice. Ekdam genuine. Thank you so much. ഇങ്ങനെ കുറച്ച് ടീംസ് ആയിട്ടായിരുന്നു നമ്മളിങ്ങനെ ടൈം കൊടുത്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും സമയത്തിന് തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് എല്ലാവരുടെയും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോയത്. ഇതിപ്പോൾ ദാ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഞങ്ങൾ 5 പേരും കൂടി ഫുഡ് കഴിക്കാനിരുന്നില്ല. എനിക്ക് വേറെ ആർക്കാണെന്നുണ്ടെങ്കിലും ഏട്ടന് ഞാൻ തന്നെ വിളമ്പി കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഞാൻ ഏട്ടന് ഫുഡ് വിളമ്പുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ കറികളൊക്കെ വിളമ്പി അങ്ങനെ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. കൂട്ടുകറി എല്ലാം പോരാതെ വരല്ലേ? എല്ലാ ക്യാബേജ് തോരൻ, അവിയൽ എനിക്ക് കൂടുതലാണ് കേട്ടോ. കൊണ്ടാട്ടം മുളക മായിരിക്കേ മോസ്റ്റ് ഫേവറേറ്റ് തിങ് കട്ടിപ്പരിപ്പ്, നെയ്യൊക്കെ ഒഴിച്ച് നല്ല നാടൻ നെയ്യ്, ഹിമാചലിലെ ലോക്കൽ നെയ്യ് ഒഴിച്ചുണ്ടാക്കിയ കട്ടിപ്പരിപ്പ്, കുത്തനരി ചോറ്, wow, fantastic. Thank you Srikuti for Vishu Sadhya. No. സാമ്പാറൊക്കെ നെക്സ്റ്റ്. ഗസ്റ്റൊക്കെ വന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ കഴിച്ചു പോയി. നമ്മളിതാ
ലോക ഫാമിലിയും മന്ത്ര ഫാമിലിയും ഒരുമിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുന്നു. എങ്ങനെയുണ്ട് വീഗു? അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിഷു സെലിബ്രേഷൻ കാര്യങ്ങള്. ഒട്ടും എനിക്ക് തോന്നുന്നു കെഫിൽ നടന്ന കാര്യങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. രാവിലെ ചെന്നപ്പോൾ തുടങ്ങി കുക്കിങ്ങിന്റെയും കാര്യങ്ങളുടെയൊക്കെ തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ ഉണ്ടായേ, നമ്മള് കുറച്ച് ബുക്കിങ്സ് ഉണ്ടായിരുന്നു, സദ്യക്ക് കുറച്ച് ബുക്കിങ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഓരോ സമയം കൊടുത്തിരുന്നത്, ഇന്ന സമയം വെച്ചാൽ ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങി കൗണ്ടറിൽ പോയിരുന്നു. പിന്നെ ഫാമിലീസിനെ എല്ലാവരെയും വിളിക്കുന്നത് തിരക്കായിരുന്നു. എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ഫാമിലിൻ്റെയും എൻ്റെ അമ്മയച്ഛനൊക്കെ രാമേശ്വരമൊക്കെ പോയേക്കാം. അപ്പൊ അവരെവിടെ എത്തി എന്നുള്ള കോളും, പിന്നെ എൻ്റെ വീട്ടിലെയും എൻ്റെ ചേച്ചിയും അനിയനെയും എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ ഫോൺ കോളിന്റെ തിരക്കിലായിരുന്നു സത്യമാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കുറച്ച് ഇത്തിരി നേരം ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഭയങ്കര ക്ലോസ് ആയ കുറച്ച് എന്താ പറയുക, ഒരു ഫാമിലി ആയിട്ട് പോയ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ ഇല്ല. അവര് കുറേ നേരം, അവർക്ക് നമ്മൾ 12 മണിക്കാ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു, അവിടെ ഇരുന്നു നമ്മളെ കൂടി ഇന്ന് വർത്താനം പറഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിലും അവർ ക്യാമറ ഉണ്ടായിരുന്നു, കുറെ കാൻഡിഡ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ പോയത്. ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പി ആക്കിയിട്ടാണ് അവരും പോയത്. അങ്ങനെ കുറെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് അടുത്ത് അങ്ങനെ, പിന്നെ ഒരു കുഞ്ഞു കുറുമ്പൻ, ഭയങ്കര കുറുമ്പനായിട്ടുള്ള ഒരു ഫാമിലി വന്നതിൽ ഒരു ഭയങ്കര കുറുമ്പൻ ഉണ്ടായിരുന്നു. അവനായിരുന്നു ഇന്നത്തെ സ്റ്റാർ കെഫേല്. സത്യം പറഞ്ഞാല് അവന്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നറിയില്ല. അങ്ങനെ കുറച്ച് പേര്, ഒരുപാട് പേരും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ വിഷു ഇവിടെ ആഘോഷിച്ചത്. പിന്നെ നാട്ടിലെ പോലെ പടക്കവും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അറിയാലോ. ഇവിടെ ദീപാവലിക്കാണ് പടക്കവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കരമായിട്ട് മിസ് ചെയ്തു, പടക്കം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതുപോലെ ഞാൻ മെയിനായിട്ട് മിസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 9 വർഷമായിട്ട് എല്ലാ വർഷവും വിഷുവിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ചേച്ചിയുടെ മോൻ. കഴിഞ്ഞ 2 വർഷവും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ മണാലിലായിരുന്നപ്പോൾ കഴിഞ്ഞ 2 വർഷവും അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു വെക്കേഷന്. ഇത്തവണ ഞങ്ങൾ നാട്ടിലേക്ക് പോണാലും കൊണ്ടുവന്നില്ല. ഇത്ര ദിവസം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ കണ്ണിക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ ഉണ്ണി ഇവിടെ ഇല്ലല്ലോ, എല്ലാ വർഷവും അവന് കഴിഞ്ഞിട്ട് നേരിട്ട് കൊടുക്കുന്ന, അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇതെനിക്ക് മാത്രമുള്ള സങ്കടമാണ്. അവൻ അവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അവൻ ഫുൾ ഹാപ്പി, ഫുൾ ചില്ലായിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവനവിടെ പടക്കം പിടിച്ചൊക്കെ കിടക്കുക. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പേഴ്സണലി. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ കഴിഞ്ഞ വർഷം അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യക്ക് ഒരുപാട് സാധനങ്ങൾ വെറൈറ്റി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്യണമെന്ന്. അങ്ങനെ ഫുൾ ഹാപ്പി ആയിരുന്നു. വന്നു ഒരുറക്കൊക്കെ കഴിഞ്ഞു, എണീറ്റ് ഇനി ഒരു കട്ടൻ കുടിക്കണം. പിന്നെ എൻ്റെ ചുണ്ടുകൂടെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷു വിശേഷങ്ങളും ഞങ്ങളുടെ ഇവിടെ മണാലിയിൽ എങ്ങനെയാണ് വിഷു ആഘോഷിച്ചതെന്നുള്ളതൊക്കെ. ഇപ്പോഴും താഴെ ആഘോഷങ്ങൾ കെഫേയിൽ നടക്കുന്നുണ്ട്. ഏട്ടന് ഇപ്പോൾ പോയുള്ളൂ താഴേക്ക്. ഇത്ര നേരം എൻ്റെ വീട് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ പിള്ളേരെല്ലാവരും ഉണ്ട്. ഇന്നലെ തന്നെ അച്ചു വന്നു, അമ്പാടി വന്നു, പിന്നെ ജെമി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് മലയാളികളുണ്ട്, കുറച്ച് നേഴ്സുമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ വന്നിട്ടുണ്ട്. അവർ പായസം കുടിക്കാൻ. ഞാൻ പറഞ്ഞു ആഘോഷം താഴെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, നല്ല തണുപ്പുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പണികളുണ്ട് ഇവിടെ. ഒരു 4-5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ഇപ്പോഴേ എല്ലാം ഒന്ന് ഒതുക്കി തുടങ്ങുന്നതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ചേച്ചിമാരെല്ലാവരും കുറച്ച് ഡോക്ടേഴ്സും അവരൊക്കെ ഉണ്ട്. അവരെല്ലാവരും അവിടെ പായസവും കാര്യങ്ങളൊക്കെ കുറിച്ച് അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വൈകാണ്ടിന് നെക്സ്റ്റ് വീഡിയോസ് ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും. നാട്ടിലോട്ട് ഇറങ്ങുകയാണല്ലോ, അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.